ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വന്നേക്കുവാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ. പലരും ഈ പ്ലേ ബട്ടന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാൻ ഇവനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ എന്ന് കിട്ടും. അവസാനം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഒരു സാധനം നേടിയെടുത്തു. ഫൈനലി നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വന്നു ഗൈസ്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ കൂടെ വീഡിയോ ചെയ്യുന്ന അബിക്ക് നമുക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയ കാര്യം അറിയത്തില്ല. അപ്പം നമ്മൾ ഈ പ്ലേ ബട്ടണുമായിട്ട് ജസ്റ്റ് ഇപ്പം അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവനൊന്ന് പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്, ഒരു സർപ്രൈസ്. എന്തായാലും നമുക്ക് അവൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം അല്ലേ. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതായത് നമ്മുടെ വണ്ടിയിൽ എണ്ണ തീർന്ന് വഴിയിൽ നിൽക്കുവാണെന്ന് പറഞ്ഞ് അവനെ നൈസായിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്താം. അവൻ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് അവനെ പ്രാങ്ക് ചെയ്യാം. ഹലോ മോനെ, ഞാൻ വിളിച്ചത് ചേട്ടാ ഇവിടെ എണ്ണ തീർന്ന് ഇവിടെ നിൽക്കുവാണ്. എവിടെയാണെന്ന് അറിയാവോ? നമ്മുടെ കാട്ടുംപുറം ഹോസ്പിറ്റലില്ലേ, മറ്റേ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു പറമ്പുണ്ടല്ലോ. അവിടെ നിൽക്കുവാണ്. അപ്പോൾ മോനെ വിരോധം ഇല്ലെങ്കിൽ ഒന്ന് എണ്ണ മേടിക്കണം. നീ ഇങ്ങോട്ട് വന്നിട്ട് നമുക്കൊന്ന് എന്നാ പോയി എണ്ണ മേടിച്ചോണ്ട് വരായിരുന്നു. വരുവോ? ഇപ്പൊ വരുവോ? ഏട്ടനധികം വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ മോനെ. ഓക്കെ മോനെ, പെട്ടെന്ന് വാ. ഓക്കെ മോനെ, ഇപ്പൊ വരും. കുപ്പി എടുത്താടാ, കുപ്പി എടുത്ത്. ഇതാണ് നമ്മുടെ രക്ഷകൻ നബി. ബെസ്റ്റ് വരവ് കണ്ടപ്പോഴേ കുപ്പിയുടെ രക്ഷിക്കാൻ വന്നേക്കിട്. കുപ്പി ഇല്ലാതെ എണ്ണ വാങ്ങിക്കാൻ വന്നേക്കിട്. കുപ്പിയോടെ കാണും. കട കിട്ടുമോ? ആ കട കിട്ടുമോ? ഇനി അവിടെ നിന്ന് വാങ്ങിച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കാം. നിങ്ങോട്ട് പോയിട്ട് വരുമോ? നടൻ തന്നെ. ഇനിയിപ്പൊ നമ്മൾ ആ ഒരു കാര്യം മറച്ചു വെച്ചിട്ട് കാര്യം. സംഭവം ഇതൊരു പ്രാങ്ക് ആയിരുന്നു. കർണാടി പറയാൻ വിളിച്ചോണ്ടില്ല. അങ്ങനെ അതാ നടന് പ്ലേ ബട്ടൺ കിട്ടി കഴിഞ്ഞിരിക്കുന്നു. നടൻ അവാർഡ് സമ്മാനദാനം കഴിഞ്ഞിരിക്കുന്നു. അഭിപ്രായം പറയൂ. വളരെ സന്തോഷം. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്തിനാണ്? ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ നീ പ്രതീക്ഷിച്ചിരുന്ന ഈ പ്ലേ ബട്ടൺ ആണ് നമ്മളെ കൊണ്ടുവരണം എന്നുള്ളത്? ഓർക്കണ പോലുമില്ല. എന്റെ വണ്ടി ഉണ്ടായിരുന്നോണ്ട് വേറെ വണ്ടി എടുത്തോണ്ടാണ് വന്നത്. അതൊക്കെ പയ്യണ്ട് വിളിച്ചാ വിളിപ്പുറത്ത് ഉമ്മയിക്കണോന്ന് അറിഞ്ഞോണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത്. അതത്രേ ഉള്ളറാ. നോക്കിയപ്പോ 3 അപ്പോഴേ വളർത്ത് ഉടായ്പ്. അബീര ദിവസമാണ്. അബിക്ക് എന്തൊരു വേണം, എന്ത് വേണോ ചോദിക്കാം. ആകാശത്തിന് താഴെയുള്ള എന്തും ഈ ജഗന്നാഥന് സ്വന്തം, എന്തും ചോദിക്കാം. അബി 1500 രൂപയുടെ കേസ് എന്തോ പറയുന്നത്. അത് 1500 കിട്ടുന്നില്ല. അപ്പൊ 1500 രൂപയ്ക്ക് അത് അബിക്ക് നമ്മള് പിന്നെ റെഡിയാക്കാം. ക്യാമറ മാറ്റിട്ട് നോക്കാം. പ്ലേ ബട്ടൺ മുത്തം കൂടി പ്ലേ ബട്ടൺ. സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് അല്ലെ ഈ ഇവൻ പറഞ്ഞ കണക്ക് നമ്മൾ ഈ ഓരോ ആൾക്കാർ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കും. അയ്യോ ഇതൊക്കെ എന്തൊരടാ ഇത്, നമുക്ക് കിട്ടൂടാ ഇത് തടിയാടാ ഇരുമ്പാടാ. അവസാനം കൈ കിട്ടിയപ്പോഴാണ് ഇതാണ് സാധനം നമുക്ക് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞ നല്ല രസമുണ്ട്. സത്യം പ്ലേ ബട്ടൺ എന്തായാലും യൂട്യൂബിന് എല്ലാത്തിനും രസം തന്നെ. യൂട്യൂബിന് മാത്രമല്ല നമ്മളെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതിൽ ഒരിക്കലും നിങ്ങളാരും ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ എത്തൂല. കാരണം ഇപ്പൊ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാണാൻ ആള് വേണ്ടേ. അതാണ് നിങ്ങളുടെ സ്നേഹമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലേ ബട്ടൺ കിട്ടിയ കാരണം.
താങ്ക് യു ആൾ. ആരാധകരെ കാരണം സത്യം പറഞ്ഞ 100 അടിച്ച പ്ലേറ്റ് മാറ്റി 100 അടിച്ച് പിന്നെ പുറത്തിറങ്ങാൻ വയ്യ. ആരാധകരെ കാരണം പൈസ കൊടുക്കാണ്ടോ പൈസ കൊടുക്കാണ്ട് കടക്കാരാണ് തടി എടുക്കാൻ പോകുന്നത് കമ്പനി. തടി എടുക്കാൻ പോകുന്നത് കമ്പനി. അങ്ങനത്തെ ക്യാമറ ഓൺ ചെയ്തേക്കൊന്നും പറയാനും പറയൂ, അതാണ് വേണ്ടത്. അല്ല, ഇവൻ വാ തുറക്കാൻ നിൽക്കണെന്ന് പറഞ്ഞാൽ ഇവൻ വാ തുറന്ന വീഡിയോ യൂട്യൂബ് ഇടാൻ പറ്റൂല, സ്ട്രൈക്ക് കിട്ടും. അപ്പൊ അത് സംഭവം വാ തുറന്നപ്പോ ഈ പറ കുഴപ്പമില്ല, അതൊക്കെ കട്ട് ചെയ്തിട്ട് പറ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറ. വളരെ സന്തോഷം. ഈ അത്ഭുതം കാര്യങ്ങൾ പറ. മൻസൂറാക്കാരുടെ എക്സ്പീരിയൻസ് പറയും. എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ഞാൻ ഒരു കുറച്ചു നാള് മുന്നേ ഇവൻ എന്റെ കൂടെ ജൂനിയർ ആയിട്ട് പഠിച്ചാണ്. അപ്പോഴത്തേക്ക് RRV സ്കൂളിൽ കിളമാൻഡ്. അപ്പൊ ഇവനെ കുറെ കാലത്തിന് ശേഷം ഒരു ഉത്സവ പറമ്പ് വെച്ച് ഞാൻ കണ്ടുമുട്ടി. ആ ഉത്സവത്തിന് ഞാൻ എന്തിനു പോയി എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്ന് അവരുതന്നെ കക വീഡിയോ കൊള്ളാക്ക ചെയ്യലാക്ക. ഞാൻ പറഞ്ഞു അവിടെ വീഡിയോ ഒക്കെ ചെയ്യും. ഞാനും വീഡിയോ ഒക്കെ ചെയ്യാക്ക. ഞാൻ പറഞ്ഞു ഓക്കേടാ, അപ്പൊ നമുക്ക് നോക്കാം, അതൊന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മള് വീഡിയോ എടുത്ത് തുടങ്ങണ സമയം നമ്മള് മറ്റേ ഓൺ വോയിസ് ഒന്നുമല്ല, നമ്മളല്ല ജസ്റ്റ് ചുമ്മാ റീൽസ് മറ്റേ അലിയാരെ പിള്ളേരെ നിനക്ക് അറിയില്ല ആ ഒരു സാധനമൊക്കെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് പയ്യനുമായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങി. പിന്നെ വേറെ നമ്മളെ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ദേവനുണ്ട് ബാംഗ്ലൂര് ജോലി ചെയ്യുന്ന ദേവൻ. കുറെ പയ്യന്മാരുണ്ട്. പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദേവന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? കുറെ പേരുണ്ട്. അഭിഷേകുണ്ട്, എന്റെ നമ്മുടെയൊക്കെ മുമ്പത്തെ റീൽസ് ഒക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. കുറെ മാസവും അടിയടിയും വെട്ടിക്കൊത്തൊക്കെ തന്നെ. അപ്പോഴത്തേക്ക് അതില് കുറെ പയ്യന്മാരുണ്ട്. അവന്മാര് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പല വഴിക്ക് പോയി ഒരു ചെലപ്പും ഇല്ല നടക്കണ 3 അതില്. പക്ഷെ പയ്യ അറബിയെ വലിപ്പിക്കാൻ വേറെ വിസ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉടനെ പോവും, അത് വേറെ കാര്യം. അല്ലെങ്കിൽ വീട് പോകും, അല്ലെങ്കിൽ വീട് പോകും. പയ്യൻ പോയില്ലെങ്കിൽ വീട് ബാങ്കുകാരും ഉണ്ട്. അപ്പൊ മാറിയില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പയ്യനെ കണ്ടുമുട്ടി. അബിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടില് ഫാൻസോട് ഫാൻസ്. കാരണം അബിക്ക് നാട്ടിൽ ഇറങ്ങാൻ പറ്റൂല. കാരണം ഒരു 2 ബ്ലാക്ക് ക്യാറ്റ്സ് എങ്കിലും ഇല്ല. ക്യാറ്റ്സ് ഇവിടെ അപ്പൊ അങ്ങനെ അബിയെ കണ്ടുമുട്ടി. പിന്നെ ഇവന് ഞാനും ഒക്കെ വീഡിയോ ഇപ്പം ചെയ്യും, അങ്ങനെയൊക്കെ പോയി. പിന്നെ നമ്മളൊരുമിച്ചൊരു ടീമായി. അതിന്റെ ഇടയിലാണ് ഇവൻ ഗൾഫിൽ പോണതും പിന്നെ നമ്മളെ വലിപ്പിക്കാനായിട്ട് തിരിച്ചു വരണതും. പിന്നെ അതാ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുത്തത്. സത്യം പറഞ്ഞ ഈ വീഡിയോ കാണുന്ന ഒരു 90% ആളുകളും ആലോചിക്കണം ഇതൊക്കെ ആറാതായിരിക്കും. അല്ല, ഈ വീഡിയോ കാണുന്നവർ ആലോചിക്കണം ഇതൊക്കെ ആരുടെ, ഇവരൊക്കെ യൂട്യൂബിലുണ്ടാ എന്തായിരിക്കും എന്തെങ്കിലും ആലോചിക്കണത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിങ്ങനെ നമ്മളറിയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയണത്. സത്യം പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ എല്ലാവരുടെ ഒരു ഡ്രീം എന്ന് പറയണത് സിനിമയാണ്. നമുക്ക് ഭയങ്കര സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഒരു സിനിമ നടനാവണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. കാരണം പയ്യനൊക്കെ അതിനു വേണ്ടിയാണ് ജീവിക്കണത് തന്നെ. പക്ഷെ ജീവിതം മാത്രമേ നടക്കണുള്ളൂ, സിനിമ നടക്കണില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇതാ ഈ കൈയിരിക്കുന്നത്. അപ്പൊ ഇനിയും മുമ്പോട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വാതുറന്ന് പല പറ ഇങ്ങനെ പുഴിക്കൊണ്ട് നിൽക്കാതെ. സന്തോഷം. അങ്ങനെ ഇടയ്ക്ക് വല്ലതും പറയണ കുറെ നേരമായിട്ട് ഞാൻ കവല പ്രസംഗം നടത്തിയാണ്. വല്ലതും പറയണ ഇടന്ന് ഒന്ന് ആലോചിക്കണം. ഇത്രയും പ്ലേ ബട്ടനൊക്കെ മരക്കെട്ടാണെങ്കിൽ നിൽക്കണ്ട. ഞാൻ എന്റെ തൊണ്ടയിലെ വെള്ളം വരുന്നത് പറഞ്ഞാണ് വല്ലതും. അല്ല അത് വിട്, സന്തോഷം വരും. അതെ വളരെ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. അതെ കാര്യം പറ. അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്തത്? കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ. അങ്ങനെയല്ലേ ബാക്കിയുള്ളവരൊക്കെ ചെയ്യണം. അതെ, നമ്മുടെ ഒരു സത്യം പറഞ്ഞ യൂട്യൂബിന് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റൂല നമ്മുടെ കഴിവ്. അത് വല്ല കാര്യമായിട്ട് വേറെ നമ്മൾ എവിടെയെങ്കിലും പറയണത് നാട്ടുകാരെ ഇപ്പൊ കേറും. അതിപ്പോ യൂട്യൂബിന് നാട്ടുകാരെ അങ്ങനെ പ്രശ്നമായി. യൂട്യൂബിനൊരിക്കലും കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. അപ്പൊ നമ്മുടെ ഒരു കഠിനാധ്വാനവും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ട് നമ്മള് ഇതുവരെ എത്തി. അപ്പൊ ഇനിയും മുമ്പോട്ട് നമ്മള് പോവുകയാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇത് കണക്ക് ഒരു സബ്സ്ക്രൈബ്, ഒരു ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ തന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഇതിന്റെ വേറെ അടുത്ത പ്ലേ ബട്ടൺ കിട്ടും. എല്ലാരും സപ്പോർട്ട് ചെയ്യണം, സ്നേഹിക്കണം, സഹകരിക്കണം. നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മളെ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ
നിങ്ങൾക്ക് വലിയൊരു പോസ്റ്റർ കാണാൻ സാധിക്കും. ആ പോസ്റ്ററിന്റെ സൈഡിൽ ടിക്കറ്റ് കയറാൻ 2 പയ്യന്മാര്. ഞാൻ കണ്ടു. 2 പയ്യന്മാര്. പേപ്പർ വർക്ക് നടക്കും. അപ്പൊ ആ 2 പയ്യന്മാര് ഈ 2 പയ്യന്മാര് എങ്ങനെയായാലും എന്നാലും നമ്മുടെ ഒരു സിനിമയാണ് നമ്മുടെ സ്വപ്നം. എത്രയൊക്കെ പറഞ്ഞാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ദിവസം അവിടെ നമ്മൾ എത്തിപ്പെടും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഓഡീഷനൊക്കെ പോവായിരുന്നു. പിന്നെ ഈ ഓഡീഷനൊക്കെ പോയി അവസാനം മതിയായി. ഇനിയിപ്പം നമ്മളിപ്പോ ഈ റീൽസ് ഒക്കെ ചെയ്ത് ഒരുപാട് നാളെ ഓഡീഷനൊക്കെ പോയി. അഭി ഓഡീഷന് പോയിട്ടില്ലേടാ? ഇനിയും ചെന്നാൽ അല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പരിപാടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. എന്തായാലും അവസാനം ഇതുവരെയൊക്കെ എത്തി. ഒരിക്കലും സത്യം പറഞ്ഞാൽ ഇത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല ഈ ഒരു സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മളിപ്പോ പരസ്പരം ഇരുന്ന് ആലോചിക്കും, ഇവിടെ ഇതൊക്കെ നമുക്കും കിട്ടുകൂടാ, ഇതൊക്കെ എങ്ങനെ. പക്ഷെ പിന്നീട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ ഇതിന്റെ അകത്ത് നമ്മളെ കുറ്റം പറയാനും കളിയാക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നീയൊക്കെ വീഡിയോ ഇട്ട് നടക്കുകയല്ലേ, റീൽസ് ഓടികളല്ലേ, മറ്റേ യൂട്യൂബ് മറ്റതല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ നിനക്കൊക്കെ എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം കാറും വസ്തുവൊന്നുമില്ല, നമുക്ക് ആകെ കിട്ടിയ പ്ലേ ബട്ടണേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കിത് വലുതാണ്, സന്തോഷമാണ്. അത്രേ ഉള്ളൂ. ഇത് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാരെയും പോലെ നമുക്കും വളർന്നു വരണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട്. വല്ലതും പറയടാ പുഴുകാതെ. ഇവനെ സൗണ്ട് ഇല്ലാത്ത സിനിമയിലെ അഭിനയിപ്പിക്കാൻ പറ്റുള്ളൂ. എല്ലാം കൊണ്ട് ഞാൻ വിചാരിച്ചല്ലേ വന്ന അന്നാ പഠിച്ചിട്ട് പറയണമായിരുന്നു ഇത് പ്രാങ്കാണ്. ഞാൻ ആദ്യം ഇവന്റെ വീട്ടിൽ പോയി ഞാനിങ്ങനെ എടുക്കാന്നാണ് വിചാരിച്ചത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വീട്ടിൽ പോയി സർപ്രൈസ് വരാം. പക്ഷെ ഇവനൊരു ഡൗട്ട്. ഇവൻ ചിലപ്പോ പറയാൻ പറ്റില്ല, പുതിയ വിരിപ്പൊക്കെ എടുത്തിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിൽ ഒരുങ്ങി നിന്ന് നമുക്കറിയാം പുതിയ, കാരണം പയ്യന് അറിയാം നമ്മൾ ചിലപ്പോ എന്തെങ്കിലും പരിപാടി അവിടെ നമ്മള് ട്രാക്ക് മാറ്റി. നമ്മളിവിടെ വന്നപ്പോ നമ്മളിങ്ങനെ അപ്പൊ നമ്മൾ ട്രാക്ക് മാറ്റി. പയ്യൻ ഇങ്ങോട്ട് വിളിച്ചു. പയ്യൻ അതും പെട്രോൾ മേടിക്കാം, വായിൽ മേടിക്കാന്ന് പറഞ്ഞായിരിക്കും ഒരു കുപ്പി പോലും എടുക്കാതെ വീട്ടിൽ ഇറങ്ങി പുറപ്പെട്ടു. അതാണ്. പക്ഷെ ഞാൻ പ്ലാൻ ചീറ്റ് വരുന്നു. എങ്ങനെ എന്റെ ഒരു പയ്യൻ കല്ലറ നിൽക്കുന്നു. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞപ്പോ അവൻ കുപ്പിയും കൊണ്ട് വരാന്ന്, അവൻ എണ്ണ വെച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ഇവിടെ നിൽക്കുകയല്ലേ, മാമിയെ കൊണ്ട് വീട്ടിൽ ആക്കാൻ, മാമിയെ കൊണ്ട് വീട്ടിൽ ആക്കാൻ. അതെ അതെ, അത് നമ്മൾ ഒരിക്കലും അത് കണ്ടില്ലാന്നിരിക്കണ കേസല്ല. അതൊക്കെ ഓക്കെ, നിന്റെ നല്ല മനസ്സ്. അതിന് ദൈവം നിനക്ക് നല്ലത് തരും, നല്ലത് തരും, നിനക്ക് നല്ലത് തരും. അപ്പൊ തുടർന്ന് നമ്മുടെ വീഡിയോകൾ ഉണ്ടാവും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അത് പറയാതിരിക്കാൻ വയ്യ. ഈ കാട്ടുംപുറ അബി എന്ന് പറഞ്ഞ ആരാണെന്നല്ല, കാട്ടുംപുറ ഇല്ല, കവട്ട അബി എന്നാണ് അറിയപ്പെടുന്നത്. കാട്ടുംപുറ ഞാൻ ചുമ്മാ പറഞ്ഞത്. അപ്പൊ കാട്ടുംപുറ അബി എന്നൊക്കെ പറയുമ്പോ ആളുകൾക്ക് ഒരു രോമാഞ്ചമുണ്ട്. അത് സ്വന്തം പെൺപിള്ളേർക്കായാലും പിന്നെ ആൾക്കാർക്കായാലും എല്ലാവർക്കും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. കല്ലറങ്ങിയാൽ തിരിച്ചാണ്, കല്ലറങ്ങിയ രോമാഞ്ചം മാറും. എത്ര കഴിയണമല്ലേ നിങ്ങളെ ഷെഡ്യൂൾ എങ്ങനെയാണ്, ടൈം ഷെഡ്യൂൾ ഒക്കെ എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ പ്ലേ ബട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മികച്ച ഒരു തീരുമാനമാണ് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്തായാലും യൂട്യൂബിന് തോന്നിയല്ലടാ നമ്മളെ കാണാൻ. വന്നിട്ട് ഇപ്പൊ കുറെ ദിവസമായി. വീട്ടിൽ വന്നപ്പോഴേ കൊണ്ടായിരുന്ന പിന്നെ നമ്മൾ അമുക്കി വെച്ചേക്കല്ലേ. അതാണ് നീ ഇല്ല വീട്ടിൽ വന്ന് വായുമ്പളന്നിരിക്കുമ്പോ കയ്യിലോട്ട് തന്നാ പിന്നെ കിട്ടിയില്ല. നമ്മള് വേറെ പ്ലാൻ നിനക്കിപ്പോ തൽക്കാലം നിനക്ക് എന്തെങ്കിലും ഒരു പ്രാങ്ക് തരണമെന്ന് വെച്ച് വന്നത്. നിനക്കിപ്പോ സന്തോഷമായ, ഹാപ്പിയാണോ? ഓഡിയൻസിന്റെ ഒന്നും പറയണില്ല, വരട്ടെ. ഉള്ളത് കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ? വിചാരിച്ചില്ലല്ലോ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമെന്ന്. എങ്ങനെ സാധനം? പ്ലേ ബട്ടൺ. ഇന്ന് അബിയുടെ ദിവസമാണ്. അബിക്ക് എന്തും ചോദിക്കാം. ഈ സൂര്യന് താഴെയുള്ള എന്തും 300 കോടി രാഷ്ട്രീയ ഒട്ടി ജഗത്താ മതി, എന്തും ചോദിക്കാം. ചോദിക്കും. വളരെ സന്തോഷം. അല്ല കയ്യട്ട് നസീറിനുള്ള കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. നിനക്ക് എന്ത് വേണം അത് മതി. ഇങ്ങനെ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ സംബന്ധിച്ച പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം. കാര്യം എന്ന് പറഞ്ഞാൽ ക്രൗഡ് ആവും. കാരണം അബിയിലെ ഒരു പ്ലേ ബട്ടണും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു ഇടിച്ചു കയറ്റും. കാരണം കടക്കാരും പൈസ കൊടുക്കാനുള്ളവരും ഞാൻ പറയട്ടെ സത്യത്തിൽ മൻസൂർ ആകിയ നസീറാണ്. നസീറാണ് ഒരുപാട് കഷ്ടപ്പെട്ട, അവന്റെ പേരും ഉണ്ടില്ലേ, മറന്നു ഫ്ലോ ഒക്കെ പോയി.
അവൻ കൊറേ കഷ്ടപ്പെട്ട് അവൻ ഭയങ്കര ഇതിനു വേണ്ടി ഹാർഡ് വർക്കാണ് ഓക്കെ മൻസൂറാക്കി. ഓക്കെ ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ ഇങ്ങനെ വന്നു പോണേ ഉള്ളു. അത് മതി അത് അതിന്റെ ആവശ്യമുള്ളൂ. അത് വന്നാ മതി. അഭി വന്നാ ഒരു സെക്കൻഡ് ആയാലും വന്നാ തീയാണ് ആൾക്കാർക്ക് പിന്നെ അഭി മതി. അതാണ് നമ്മൾ ആ ഒരു സെക്കൻഡിന് വേണ്ടിയാണ് അഭിയെ വിളിക്കുന്നത്. ആ വീഡിയോ ഓടണമെങ്കിൽ അഭി വരണം. ബാക്കി തള്ളു. ബാക്കി മറന്നു. ഇത്രേ ഉള്ളു. സന്തോഷം. സന്തോഷം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ നസീർ എന്തായാലും പറ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹം എന്നും കൂടെ വേണം. ഇപ്പൊ അടുത്ത പ്ലേ ബട്ടൺ വരണമെങ്കിൽ നിങ്ങൾ കാരണം അതാണ് നിങ്ങളുടെ മനസ്സ് വെച്ചാല് അടുത്തൊരു പ്ലേ ബട്ടൺ നമുക്ക് കിട്ടുള്ളൂ. സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.